നവരാത്രി പൂജയ്ക്ക് പ്രശസ്തി കേട്ട തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും വൈദ്യുതി ദീപാലങ്കാരങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിന് ഇരുവശവും മരങ്ങളിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും എല്ലാം നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ സന്ധ്യാസമയമാണ്, പൂജ നടക്കുന്ന സമയമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തൊഴുതതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള സരസ്വതി മണ്ഡപത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഭക്തിഗാനസുധ നടക്കുന്നതാണ്. എല്ലാ ഭക്തിഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ പൂജപ്പുര മൈതാനത്ത് ഒരുപാട് റൈഡുകളെല്ലാം വന്നിട്ടുണ്ട്. വലിയ ജെയിൻറ്റ് വീലുണ്ട്, മരണക്കിണറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് മനസ്സിൽ ധൈര്യമുള്ളവർ മാത്രം കയറുന്നതാണ് നല്ലത്. പലരുടെയും നിലവിളി ശബ്ദങ്ങൾ അവിടെ നിന്നാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ധൈര്യമുള്ളവർ മാത്രം കയറുക. പിന്നെ ഇതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കളറാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ല ചൂട് ചുണ്ടൽക്കടല ഉണ്ട്. ചേട്ടൻ നല്ല ചൂട് ചുണ്ടൽക്കടല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ചോളം വേവിക്കുകയാണ്. നല്ല ഫ്രഷായിട്ടുള്ള ചോളമാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് എൻജോയ് ചെയ്യാം. മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. നല്ലൊരു വൈകുന്നേരം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഈ ലൈറ്റെല്ലാം കണ്ട് ക്ഷേത്രത്തിലൊക്കെ പോയി നന്നായിട്ട് ആസ്വദിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് അജിത് മാധവ്.